ഇപ്പൊ സായുജ് കമ്മിറ്റഡ് ആയി, അതായത് കല്യാണം കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ഈ സ്ത്രീ ആരാധികമാർ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ആരാധശല്യം കുറച്ച് കുറഞ്ഞോ? രേഷ്മന് മുഖത്തേക്ക് ഒരു നോട്ടോ. കാരണം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്ക് കമന്റ് ഒക്കെ മീൻസ് മെസ്സേജ് ഒക്കെ വരാറുണ്ട്. മെസ്സേജ് വരത്തേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല. ഞാനെന്തും ചെയ്യാൻ പോയി. നീ എന്തിനാ ഇവിടെ വന്നേന്നെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിക്കും. ഏകദേശം ഈ ഇന്റർവ്യൂയോട് കൂടിയിട്ട് ഒരു തീരുമാനമാവും. നീ പറഞ്ഞ നീ അനുഭവിക്കടാ, എനിക്കിത് കിട്ടണോ? ഗേൾ ഫാൻസ് കുറെ ഉണ്ട്, മെസ്സേജസ് കാണലുണ്ട്. കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടില്ല. ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു, ഹേർട്ട് ബ്രേക്ക് ആയി തോട്ട് കുറെ. ആ ചിരിക്കുന്ന മുഖത്തിന്റെ ഉള്ളിലൊരു കരയുന്ന മുഖമുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോ പോകുന്നൊക്കെ അവിടെ പലതും പറയും. അങ്ങനെയല്ല, അത് കുറച്ച് കമന്റ്സിൽ കാണാം, ഇതെന്താണ് കല്യാണം കഴിഞ്ഞപ്പോ തന്നെ അമ്മ വേറെ വീട്ടിൽ പോയിട്ട് എടുത്തേന്നുള്ളത് കമന്റ്സിൽ അങ്ങനെയുണ്ട്. നിങ്ങൾ കണ്ടിരുന്നല്ലോ അല്ലെ? അപ്പൊ അവരോടൊക്കെ എന്താ നിങ്ങൾക്ക് പറയാല്ലേ? കല്യാണം കഴിഞ്ഞപാട് നമ്മൾ മാറി താമസിച്ചതല്ല, അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? ഇവിടെ ഇപ്പൊ 2 റൂമേ ഉള്ളൂ. ഇവനിടെ കടത്തണ്ടെങ്കിൽ ഈ സെൻട്രൽ ഹാളിൽ കടത്തേണ്ടി വരും. ഞാൻ ഇത്രയും നാൾ സത്യം പറയാം, ഈ നിലത്ത് ഇവിടെ പായ വിറ്റ് കിടന്നു. നിങ്ങൾ ഇരിക്കുന്നതിന്റെ മുമ്പിൽ പായും പിരിച്ച് പാവോ 2 കൊല്ലം ഇവിടെ കിടക്കുന്നത്. എന്നോട് പറയും, നീ വന്നിട്ട് വേണം എനിക്ക് കിടപ്പാടം കിട്ടാൻ. ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞു, എനിക്ക് അപ്പുറം പോയി കിടക്കറോ? പോവില്ല, ഞാൻ ഇവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 കൊല്ലം ഇവിടെ പായും പിരിച്ചിട്ടാ കിടക്കുന്നത്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ വീട്ടിലേക്ക് മാറി താമസിച്ചത്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഫുള്ളായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ യൂട്യൂബിൽ നിന്ന് വളരെ കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. ഒരു കരക്കമ്പിയാ, ഞാൻ പറഞ്ഞതൊന്നുമല്ല, എല്ലാരും പറയുന്നത് പറഞ്ഞതേ ഉള്ളൂ. സത്യമാണോ ഏട്ടാ? കോടിക്കണക്കിനാന്നാ പറയുന്നത്, കോടാനുകോടി. ഓണത്തിന് 1 കോടി, വിഷുവിന് 1 കോടി, രേഷ്മയ്ക്ക് 1 കോടി. യൂട്യൂബിൽ നിന്ന് എല്ലാവർക്കും അറിയുന്നല്ലോ, യൂട്യൂബിൽ നിന്ന് എന്തായാലും പൈസ കിട്ടും യൂട്യൂബിൽ നിന്ന്. പക്ഷെ അത് ഇത്ര പൈസ അല്ലെങ്കിൽ കറക്റ്റ് ഇത്ര മാസം എനിക്ക് കിട്ടി അങ്ങനെ ഒരു കറക്റ്റായിട്ട് പറയാൻ നമ്മളെ കൊണ്ടൊന്നല്ല, വേറെ കൊണ്ടും പറ്റില്ല. കാരണം അതിന് അങ്ങനെ ഒരു സ്ഥിരതയുള്ള സംഭവം ഒന്നല്ല. അതിപ്പം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടും, വീഡിയോ ഇടുന്നതിനനുസരിച്ച് റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കും. കൂടുതലായിട്ട് അങ്ങനെ പറയാം, ഇത്ര കിട്ടുന്നുണ്ട് അങ്ങനെ. എന്തായാലും കോടിയൊന്നും കിട്ടുന്നില്ല. കോടി അല്ല, നിന്നോട്ടെ, എന്തിനാ കുറക്കുന്നത്? ഇതിന് ചെലവൊന്നുമില്ലല്ലോ, നിന്നോട്ടെ. അങ്ങനെ പറയുന്നതിന് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. അതിനു മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മള് താമസിക്കുന്നുണ്ടായിരുന്നു, ജീവിക്കുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതിൽ വലിയൊരു ചേഞ്ചൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു ഇപ്പോൾ ഉള്ള ചേഞ്ച് എന്ന് പറയുന്ന റവന്യൂവിന്റെ കാര്യത്തിലല്ല കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ നമ്മളെ ആൾക്കാർക്ക് അത്യാവശ്യം തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ചേഞ്ച് വന്നു, അതിൽ ഭയങ്കര ഹാപ്പി എന്നല്ലാതെ അങ്ങനെ ഒരു കുറച്ച് പൈസ കിട്ടി ഭയങ്കര അങ്ങ് ചേഞ്ച്, അങ്ങനത്തെ ചേഞ്ചൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇനി അങ്ങനെ പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളത് യൂട്യൂബർ സംഖ്യ എന്നുള്ള കണ്ണിൽ കാണുന്നോണ്ടുള്ളൊരു പ്രശ്നമാണ്, അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഈ റവന്യൂ കൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ യൂട്യൂബ് വരുമാനം കൊണ്ട് ചെയ്തു വെച്ച ഒരു ഫിക്സ്ഡ് അസറ്റ് എന്തെങ്കിലും ഉണ്ടോ? ക്യാമറ വാങ്ങിയിട്ടുണ്ട്, അതിനുള്ള മൈക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഈ മില്യൺ അടിച്ചപ്പോഴെല്ലാം നമ്മളെ സന്തോഷം വെച്ചാൽ നിങ്ങൾക്ക് പറയുന്ന പോലെ അൻവി തന്നെയാണ് ചാനലിന്റെ. അപ്പോൾ അൻവിക്ക് ചെറിയ വണ്ടി കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം വാങ്ങിക്കൊടുക്കും.